ഇൻട്രോ ഗൗതത്തിനെ വെച്ച് തുടങ്ങണം. ഗൗതം പറ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, എന്തോന്ന് സ്റ്റോറി ഷെയർ ചെയ്യുക, സ്വന്തക്കാർക്ക് അയച്ചു കൊടുക്കുക, പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക, അവരുടെ ജീവിതത്തിന് കെടുത്തുവിടുക. അങ്ങനെ നമ്മൾ കഴപ്പമുത്ത് ഇവിടെ ഒരിടവും ചായ കുടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ പോയി ചായ കുടിക്കാൻ പോകണം. അഴകിയാൻ മണ്ണം കഴിഞ്ഞിട്ട് ഒരിടം, ഒരു സ്പോട്ട്, സോമ സ്പോട്ട്, അവിടെ വിഷയമായിരിക്കും. പോണ കോസ്റ്റ്യൂം നോക്കി രണ്ടേ നിക്കറിട്ടാണ്ട് പോകാൻ പോണ്. അതിനെന്തറാ, ബാംഗ്ലൂരിലൊക്കെ അങ്ങനെ തന്നെ, സിറ്റിന്ന് വന്ന പിള്ളേർ അങ്ങനെ തന്നെ നിക്കറിട്ടോണ്ട് തന്നെ പോകും. ശരി ഗൈസ്, അവിടെ പോയിട്ട് കാണാം. അങ്ങനെ കടയിലെത്തി. ഇതാണ് ഉഴവൻ എന്ന് പറയണ കട. എന്താ ഗൗതം ഇവിടെ വന്നപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ നിക്കറിട്ടോണ്ട്. അത് അപ്പോഴേ പറഞ്ഞത്, നമ്മളെ മാത്രമേ കാണാൻ നിക്കറിട്ട്. ബാംഗ്ലൂരുള്ള ആൾക്കാർ അതെന്റെ അതിന് പറഞ്ഞേക്ക് JC ഷോർട്സ് ഇടാൻ പറഞ്ഞിട്ടില്ല കേട്ടാ. അങ്ങനെ ചായ അങ്ങനെ 2 ചങ്ങയും പഴംപൊരിയും കഴിക്കാൻ വേണ്ടി 10-12 കിലോമീറ്റർ കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഗൗതം. ഇതൊക്കെ കുറവടാ. ഞാനും അപ്പൂസും കൂടെ പോവും. എവിടെ നന്ദിയുണ്ട് പാതിരാത്രിക്ക്, എവിടെ നാറുകൊണ്ട് വരെയൊക്കെ പോകും. കഴപ്പന്മാര്. നിനക്ക് ഫസ്റ്റ് ടൈം, ഇതിനെ എപ്പോഴും പോണായിരുന്നു. അപ്പൂസ് കാണും എൻ്റെ കൂടെ, ഇങ്ങനെ നിൽക്കും, അതായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവന് മയക്കം വരും, ഇങ്ങനെ മയങ്ങി വീണ പോലെ. അപ്പം നമുക്കൊക്കെ എന്തെങ്കിലും മയക്കം വന്നു ഉടൻ ചായ കുടിക്കണം. അതുകൊണ്ട് ഞാനും കൂടെ ഇവിടെ ഇറങ്ങും. ഇവൻ്റെ കൂടെ വന്ന പിന്നീട് ഞാൻ ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോൾ അങ്ങനെ 5 ചായ കുടിക്കും. ഇവൻ്റെ കൂടെ വന്ന പിന്നീട് ഇവിടെ വന്നാൽ അമ്മക്ക് ഭയങ്കര കൺട്രോളാണ്, ചായ തരൂല്ല. ഞാൻ ബാംഗ്ലൂർ അത്ര കുടിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ്റെ കൂടെ ഇറങ്ങുമ്പോൾ മാത്രമേ ഡെയിലി 5 ചായ, 4 ചായ, മണിക്കൂറിനൊരു ചായ. ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര വീഴും ഗൈസ്. അങ്ങനെ വട കഴിഞ്ഞപ്പം ഗൗതം അതോ ബ്രെഡ് ഓംപ്ലേറ്റ് പറഞ്ഞിട്ട് ചെലവ് എത്ര ബ്രെഡ് ഓംപ്ലേറ്റ് ഗൗതത്തിന്റെ ചെലവ്? അവൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാനാണ് ഇത്രയും പ്രൊമോട്ടാക്കി ഇത്രയും കൊണ്ടുവന്നേ പറഞ്ഞ അവൻ അഞ്ചത്. അപ്പൊ ഇത് എന്റെ ചെലവെന്നാ പറയണ, നിന്റെ ചെലവല്ല? എൻ്റെ ചെലവ് യൂട്യൂബിൽ. അവൻ പറഞ്ഞ് കണ്ടന്റ് ഇല്ല, കണ്ടന്റ് ഉണ്ടാക്കാൻ ഇതേപോലെ എവിടെ പോവാം, അങ്ങനെ ഞാൻ പൈസ ചെലവാക്കാൻ. അങ്ങനെയാണ് വന്നതല്ലേ നമ്മളെ. ഞാൻ എന്റെ കുറച്ച് വീഡിയോസ് ഇവന്റെ ഫോണിൽ ഇരുന്ന് അത് എയർ ഡ്രോപ്പ് ആക്കാൻ വന്നതല്ലേടാ. എയർ ഡ്രോപ്പ് ഇതുവരെയൊക്കെ ആക്കില്ല. എയർ ഡ്രോപ്പ് ചെയ്തതാവാ. അമ്മ തന്നെ പോയിട്ട് ചായ കുടിച്ചിട്ട് എയർ ഡ്രോപ്പ് ചെയ്ത് തരാം. ശരി, ചായ കൂടി. ഗൗതം പറഞ്ഞ ബ്രെഡ് ഓംപ്ലേറ്റ് അവിടെ ഒന്നുകൂടെ ചെയ്ത് വെച്ചില്ല എന്നാണ് പറഞ്ഞു. 2 വട്ടം ചെയ്തെന്ന് തോന്നുന്നു. ശുഭം. എങ്ങനെ ഉണ്ടെന്ന് പറ. പറയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയാം. പറടാ. സൂപ്പർ. നല്ല സാധനം. ശിവൻ പറയണത് ഡെയിലി ഇവൻ ബാംഗ്ലൂരിൽ ഇതാണ് കഴിക്കാറ്. നമ്മളിത് കഴിക്കാറില്ല. നമ്മളിവിടെ വരുമ്പോൾ മാത്രം കഴിക്കാം. നമുക്ക് അവിടെ ഹോസ്റ്റലിൽ കിടില ഫുഡുണ്ട്. ഇത് ബാംഗ്ലൂരിൽ നമുക്ക് വെളിയിൽ നിൽക്കണവർക്ക് ഇത് ദേശീയ ഭക്ഷണമാണ്. ഇതായിരിക്കും ഒന്ന് ചീപ്പായിട്ട് കിട്ടണം, അല്ലെങ്കിൽ മറ്റേതായിരിക്കും ഏത് കുഷ്കയും കബാബും മേടിക്കാറില്ല. 40 രൂപയ്ക്ക് കുഷ്ക മേടിച്ച് മറ്റേ അങ്ങേരത്ത് ഫ്രീ ആയിട്ട് കുറച്ച് കറിയൊക്കെ. നമ്മൾ ഹോസ്റ്റലിൽ എപ്പോഴും സീന് ഫുഡ് 4 നേരത്തേക്ക്. അതുകൊണ്ട് പിന്നെ വെളിയിൽ പോകേണ്ട ആവശ്യമില്ല. കിടില ഫുഡ് ആയതുകൊണ്ട് അവിടെ നിന്ന് കോളേജ് ഹോസ്റ്റലിൽ പ്രൊമോഷൻ കൊടുക്കണം. നല്ലതെന്ന് പറയണ്ടേ, അത്രേ ഉള്ളൂ. നമുക്ക് അപ്പം വെളിയിൽ കുഷ്കയും കബാബും അങ്ങനെ മേടിച്ച് അങ്ങനെ കമ്പനി ആയതുകൊണ്ട് രാത്രി ആകുമ്പോൾ നമ്മൾ രാത്രി ലേറ്റായി പോയി കുഷ്ക മേടിക്കുമ്പോൾ ബാക്കി ഇരിക്കുന്ന ലിവർ കറിയൊക്കെ നമുക്ക് എടുത്തിട്ട് സൂപ്പറായി. അങ്ങനെ ഇതേപോലെ ബാക്കി വന്നതൊക്കെ പട്ടിയെടുത്തൊക്കെ തട്ടി കൊടുക്കും റോഡ്. അപ്പോൾ തട്ടാൻ നിൽക്കുമ്പോൾ ഇവന്മാരിക്കാൻ വരും. പിന്നെ ശരി, പാവങ്ങളല്ലേ കൊടുക്കണ്ടേ എന്ന് പറയുന്നത്. നല്ലതാ കിട്ടണം കേട്ടോ. അഭിജിത്ത് ജോളോ ചിപ്സ് എന്ന് പറഞ്ഞ് എന്തോ കഥ പൊട്ടിച്ചെടുക്കുന്നത്. സൂപ്പർ. നിന്നെ കൊണ്ട് പറ്റും. ഒരിക്കലും അതേപോലെ കടയില് പൊട്ടിച്ചപ്പോണ്ടല്ലോ,
ഒന്ന് പൊട്ടിച്ചെടുത്ത് ഇതിന്റെ ഇത്രയും പൊട്ടി ബാക്കിയുള്ള ചിപ്സ് അത്രയും താഴെ മുകളിലിങ്ങനെ തൂക്കിയിട്ടിരിക്കും അതേ മൊത്തത്തിൽ താഴെ കടക്കാരെ അതിന് പൈസ എടുത്തിട്ട് തറയുള്ളതിനെ വാരി തിരിച്ചു തട്ടിട്ട് വന്ന തറയില്ല. ഇവിടെ കഴിഞ്ഞ് ഇനി ഇവന്റെ സ്ഥിരം കടയിൽ പോയി അവനൊരു ചായ കുടിക്കണം. അവിടെ പോയി കുടിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു അത് മോശം, വളരെ മോശം. അതന്നെ ഇനി അടുത്ത അവിടെ പോയിട്ട് കാണാം. ഇതിന്റെ സ്ഥിരം കടയിൽ ഞാൻ ചായ കുടിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഇവൻ ചായയും കുടിക്കത്തില്ല മിണ്ടത്തില്ല. ഇത് രണ്ടാമത്തെ ചായ എന്നത്തെ. ഇനി രാത്രി എത്ര എണ്ണം കുടിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അല്ലേ. ഞാൻ ഇതോടെ നിർത്തും, അവൻ എത്ര കുടിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാനും കുടിക്കില്ല. ശരി ഗൈസ്, ഇത് കുടിച്ചിട്ട് ചായ എങ്ങനെ ഉണ്ട്? ചായ ഓടാം അവിടെ സ്ഥിരം വന്ന് കുടിക്കണം. നീ എങ്ങനെ ഉണ്ടെന്ന് നീയാ നിന്റെ കൂടെ വന്ന പിന്നെ ഞാൻ എത്ര ദിവസം കയറി? ഒരു ദിവസം അതിന് മുമ്പേ ഒരു ദിവസം നമ്മളെ കയറി 3 ദിവസം കയറി. കൊള്ളാം. അങ്ങനെ നമ്മളെ പിടിന്ന് ചായ കടിയാക്കാൻ കുടിച്ചിട്ട് ശരി കാശി. ഇനി നമ്മൾ പൊന്മുടി വീഡിയോസൊക്കെ എയർ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം.